വലിയ സ്നേഹം. എഡിറ്റോറിയൽ പാസ്റ്റർ ഷാജി എസ്. നാം അറിയാത്ത ദേശത്തും പരീക്ഷയുടെ നടുവിലും പരിശോധനകളുടെ നടുവിലും ദൈവത്തിന് ഹൃദയംഗമായി സ്തുതി അർപ്പിക്കുകയും ചെയ്യുക. വിശ്വാസത്തിന്റെ നല്ല പോരാളിയായി പിശാചിനോട് എതിർത്ത് നിഷ്കളങ്ക ജീവിതം നയിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയാൽ ദൈവകോപത്തിന്റെ പിടിയിൽ നിന്ന് നാം അത്ഭുതകരമായി വിടുവിക്കപ്പെടുകയും വിസ്താരത്തിൽ അകപ്പെടാതവണ്ണം നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ അളവറ്റ് ആഴ്ത്താൽ ആ വലിയ ദിവസം അഥവാ ദൈവതേജസ്സിന്റെ ആ മഹത്വ പ്രത്യക്ഷതയിൽ നമുക്കും സ്വർഗീയ വിശുദ്ധ ഗണത്തോടൊത്ത് ദൈവത്തിന്റെ നീതിഫലം നിറഞ്ഞവരായി ദൈവത്തെ സ്തുതിക്കുവാനും കഴിയും. ആ ദിവസം ദൈവസന്നിധിയിൽ നിത്യാശ്വാസം പ്രാപിക്കുവാനും നമ്മുടെ ചില പുതിയ നിയമവിശ്വാസ അധിഷ്ഠിത പ്രമാണങ്ങൾ നമ്മെ സഹായിക്കും. ഈ വിശ്വാസ അധിഷ്ഠിത ആജ്ഞകൾ അനുസരിച്ച് ക്രിസ്തുവിൽ ജീവിച്ചാൽ ആ വലിയ ദിവസം നമ്മുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്ന് ക്രിസ്തുയേശുവിൽ ആശ്വാസം പ്രാപിപ്പാൻ കഴിയും. നമ്മെ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചില വിശ്വാസ ആജ്ഞകൾ സഹായിക്കും. അപ്പോസ്തോല ശ്രേഷ്ഠൻ പറയുന്നു, ആജ്ഞയുടെ ഉപദേശങ്ങൾ ഇവയത്രേ: ശുദ്ധഹൃദയം, നിർമ്മല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, സ്നേഹം എന്നിവ തന്നെ. 1 തിമോഥെ 1 മണി കൂടെ 5 മിനിറ്റ്. ദൈവിക ആജ്ഞയിൽ പ്രധാനമാണ് ശുദ്ധഹൃദയം. ഹൃദയം ശുദ്ധമല്ലെങ്കിൽ പരീക്ഷകൻ നമ്മിലേക്ക് എഴുതുവിടുന്ന ഒരു അന്തർഗത നിർദ്ദേശം ഒന്നിൽ നിന്നും അനേകവിധത്തിൽ മരണത്തിന് ഫലം കായ്ക്കുന്ന തരത്തിലുള്ള ഫലങ്ങൾ നമ്മിൽ നിന്നു പുറപ്പെടുവിക്കും. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ ഉത്തമ നിക്ഷേപമായിരിക്കണം ഒരു ശുദ്ധഹൃദയം. നമ്മുടെ മനസാക്ഷി നിർമ്മലമല്ലെങ്കിൽ അധർമ്മം പെരുകുകയും അതിനാൽ നമ്മുടെ സ്നേഹം തണുത്തുപോകുന്ന അവസ്ഥ വരികയും ചെയ്യുന്നു. ഒടുവിൽ അവിശ്വാസിയേക്കാൾ അധമമായി സകല ദുർഗുണങ്ങളും നിറഞ്ഞിട്ട് നാം നരകത്തിയിൽ അവസാനിക്കുകയും ചെയ്യേണ്ടിവരുന്നു. ആകയാൽ ഒരു നിർമ്മല മനസാക്ഷി ഒരു ദൈവപൈതലിന്റെ ഉത്തമ സമ്പത്തായിരിക്കണം. വചനം പറയുന്നു, വിശ്വാസം നിർവ്യാജമായിരിക്കട്ടെ. നമ്മുടെ വിശ്വാസം സൽപ്രവർത്തികളോടുകൂടെ വെളിപ്പെട്ടുവരട്ടെ. ഇവയിൽ എല്ലാറ്റിലും വലിയ കാര്യം സ്നേഹം തന്നെയാണ് എന്നും വചനം പറയുന്നു. വിശ്വാസം പോലും സ്നേഹത്താൽ വ്യാപരിക്കുന്നത്രേ എന്നാണ് വചനം പറയുന്നത്. ഗലാത്യർ 5. അപ്പോസ്തോല ശ്രേഷ്ഠനായ വിശുദ്ധ പൗലോസ് പറയുന്നത് സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ല എന്നാണ്. കാരണം ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവന് ദൈവത്തിൽ വസിക്കുന്നതാകയാൽ യാതൊരു തിന്മയ്ക്കും ഇടർച്ചയ്ക്കും ഒരു കയ്പിനും ക്രോധത്തിനും തന്നിൽ കാരണമില്ലാതെ ദീർഘമായി ക്ഷമിക്കുകയും മറ്റുള്ളവരോട് ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം എന്നത് ന്യായപ്രമാണത്തിന്റെ നിവൃത്തിയാണ് എന്നാണ് വചനം പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. ഒരു ക്രിസ്തു ശിഷ്യനെ വെളിപ്പെടുത്തുന്നതു തന്നിൽ സ്നേഹത്താൽ വ്യാപരിക്കുന്ന നന്മയുടെ അഥവാ വെളിച്ചത്തിന്റെ സർവ്വസൽഗുണങ്ങളുമത്രേ. ദൈവകൽപ്പന നമുക്ക് അതേപടി അനുസരിക്കാം. അതിനായി ഒരുങ്ങാം. പാസ്റ്റർ ഷാജി എസ്. 9895 4646 65